ബിഗ് ബോസ് മലയാളം സീസൺ 6 എട്ടാം വാരത്തിലേക്ക് പ്രവേശിക്കവേ മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസിന്റെ സർപ്രൈസ്. മുഖംമൂടി ധരിച്ച ഒരാളെ കൺഫെഷൻ റൂം വഴി ഹൗസിലേക്ക് എത്തിക്കുകയായിരുന്നു ബിഗ് ബോസ്. രാജേട്ടന്റെ നിർദ്ദേശപ്രകാരം ജിൻഡോയാണ് കൺഫെഷൻ റൂമിലേക്ക് എത്തിയത്. ആരുടെയെങ്കിലും തോളിൽ ചാരി കരയാനോ സ്വന്തം വിഷമങ്ങൾ പറയാനോ താല്പര്യമുണ്ടെങ്കിൽ കൺഫെഷൻ റൂമിലേക്ക് പോകാമെന്ന് ജിൻഡോയോട് ലാലേട്ടൻ പറയുകയായിരുന്നു. ഇതുപ്രകാരം കൺഫെഷൻ റൂമിലെത്തിയ ജിൻഡോയ്ക്ക് മുഖംമൂടി ധരിച്ചിരിക്കുന്ന ഒരാളെയാണ് കാണാനായത്. കൺഫെഷൻ റൂമിലെ രംഗം ലാലേട്ടനും മറ്റു മത്സരാർത്ഥികൾ ലൈവായി കാണുന്നുണ്ടായിരുന്നു. ഗെയിമിലെ തന്റെ ഫിലോസഫിയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയ ജിൻഡോയാണ് ബാക്കി കാര്യങ്ങൾ പറയാൻ പിന്നീട് അവസരം തരാമെന്ന് ബിഗ് ബോസ് പറയുകയായിരുന്നു. പിന്നാലെ ജിൻഡോയുടെ കൈ പിടിച്ച് മുഖംമൂടി ധരിച്ച ഹാളിലേക്ക് നടന്നു വരുന്നത് രതീഷ് ആയിരിക്കുമെന്ന് കൺഫെഷൻ റൂമിൽ വെച്ച് കണ്ടപ്പോൾ ശരണ്യ ഒപ്പമുള്ളവരോട് പറഞ്ഞു. എന്നാൽ വരുന്നയാളുടെ ബോഡി ലാംഗ്വേജ് കണ്ട് അത് സുരേഷ് മേനോൻ ആയിരിക്കുമെന്ന് ഭൂരിഭാഗം പേരും പറഞ്ഞു. സ്ക്രീനിൽ മുന്നിൽ വന്ന് നിൽക്കവേ ജിൻഡോയോട് ഇരുന്നയാൾ പറഞ്ഞു ലാലേട്ടൻ വന്നയാളോട് മുഖംമൂടി മാറ്റാൻ ആവശ്യപ്പെട്ടു. ശരണ്യ പ്രവചിച്ചതുപോലെ രതീഷ് കുമാർ തന്നെയായിരുന്നു ഇത്. 2-3 ദിനങ്ങൾ രതീഷ് ഇവിടെ ഉണ്ടായിരിക്കുമെന്നും ലാലേട്ടൻ അറിയിച്ചു. പുറത്തെ കാര്യങ്ങളൊന്നും പറയരുതെന്നും അതേക്കുറിച്ച് മത്സരാർത്ഥികൾ ചോദിക്കരുതെന്നും ലാലേട്ടൻ മുന്നറിയിപ്പ് നൽകി. പതിവ് പോലെ ഒരു പാട്ട് പാടിക്കൊണ്ട് ആഘോഷത്തോടെയാണ് രതീഷ് കുമാർ തന്റെ 2ാം വരവും ബിഗ് ബോസിലേക്ക് ആഘോഷിച്ചു വന്നത്.